മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഡൽഹിയിലെ നൈന സാഹിനി കൊലക്കേസ്. സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി തന്തൂർ അടുപ്പിലിട്ട് ചുട്ടുകൊന്ന സുശീൽ ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തി മാർക്സിസ്റ്റുകാരനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ അല്ലല്ലോ, കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നല്ലോ. എന്താ ഇതെല്ലാം മറന്നു പോകുന്നത്? അതുപോലെ കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. ഇപ്പോൾ സോളാർ കേസ് ഇര ഇന്നിപ്പോൾ വളരെ അവശ്യ നിലയിലാണ് എന്നാണ് ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാണുന്നത്. നമുക്ക് സോളാർ കേസും അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും അന്വേഷണമൊക്കെ തന്നെ അറിയാമല്ലോ. കോടതിയുടെ ഇടപെടലും അത്തരം കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു മനസാക്ഷിയുടെ പ്രശ്നമുണ്ടല്ലോ. മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതായ അങ്ങനെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാനും സഹായിക്കാനും ബാധ്യതപ്പെട്ട കുറേ കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഇവിടെ. പക്ഷേ കോൺഗ്രസ്സുകാർ ഇത്തരം കാര്യങ്ങളെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള നിലയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഏതാനും വരുന്ന കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് വരും. നമ്മളുടെ മാന്യത അനുസരിച്ച് പറയുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഏറ്റവും ശരിയായ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ഇനിയിപ്പോൾ വീണ്ടും ചില ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാരായിരിക്കും അത് വിവാദമാണ് എന്നെല്ലാം പറയുന്നത്. കാരണം അവർക്ക് ഞങ്ങളുടെ വായിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പുറത്തു വരുന്നത് അവർക്ക് ആവശ്യമായത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഇതിലൊരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. ശ്രീലമ്പടൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തി ഒരു സാധാരണ 2 കേസുകളിലും കോടതിയിൽ പോലും ഈ കേസുകൾ പൂർണ്ണമായി തള്ളി പറയുന്നില്ല. ആ ഘട്ടത്തിൽ ഒരു രാഹുൽ മങ്കൂട്ടത്തിന്റെ വരവും അതെല്ലാം എങ്ങനെയാണ് കാണുന്നത്? ഒരു കുറ്റബോധത്തിന്റെ ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശരിച്ച് സന്തോഷത്തോടെ എത്തിയത്. അതൊക്കെ അഹങ്കാരവും ധിക്കാരവും കോടതിയെയും ഭരണകൂടത്തെയും ജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്നതാണ്. ഹൂ കേഴ്സ്? അത് ഇപ്പം ഒന്നൊന്നായി അതിന് മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്ക് നിയമം തീർച്ചയായിട്ടും നിയമം അത് അർഹിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദിലീപ് കേസിൽ ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് ശിക്ഷാവിധി നൽകാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായി സർക്കാർ ഗൂഢാലോചനയിൽ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശിക്ഷാവിധി എങ്ങനെയാണ് കാണുന്നത്? അത് കോടതി പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള പ്രാഥമിക ശിക്ഷാവിധി അനുസരിച്ച് അത് അപ്പീൽ പോകുമെന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ ശ്രീലമ്പടൻ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം അത് അത്രത്തോളം ഗതികെട്ട് വിളിപ്പിക്കേണ്ടി വന്നതാണെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. പല കാര്യങ്ങളിൽ നിലപാട് പറയുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. കടുത്ത ഭാഷയിലാണ് പ്രതികരണങ്ങൾ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സ്ത്രീലമ്പടൻ എന്നുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.